സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന തസ്തികയിലേക്കായിട്ട് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരും അവർ വിപ്ലവം നയിച്ച സ്ഥലങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. തന്നിരിക്കുന്നത് നാനാ സാഹിബ്, മൗലവി അഹമ്മദുള്ള, കൻവർ സിംഗ്, ബീഗം ഹസ്രത്ത് മഹൽ എന്നിവരാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. നാനാ സാഹിബ് കാൺപൂരിലാണ് നേതൃത്വം നൽകിയത്. മൗലവി അഹമ്മദുള്ള ഫൈസാബാദ്. കൻവർ സിംഗ് ആറ്. ബീഗം ഹസ്രത്ത് മഹൽ ലക്നൗ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതെല്ലാം? ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ സത്യാഗ്രഹം ഖേദ ആയിരുന്നു. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. ഗാന്ധിജി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1920 സമ്മേളനം നടന്നത് നാഗ്പൂരിലാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്തവ ഏത് എന്നാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ് ശരിയല്ലാത്തത്. ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം. 1917 ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ സത്യാഗ്രഹം. ഇനി ഗാന്ധിജി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വട്ടമേശ സമ്മേളനം രണ്ടാമത്തെ വട്ടമേശ സമ്മേളനമാണ്. 1931 രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ 1930, 31, 32 എന്നീ വർഷങ്ങളിലായിട്ടാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. ഇതിൽ ഗാന്ധിജി പങ്കെടുത്തത് 1931 രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ഏത്? കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ തിരൂർ ആണ്. ഓപ്ഷൻ ഡി, ബേപ്പൂർ തിരൂർ. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ടി പ്രകാശമാണ്. ടി പ്രകാശം. ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ. ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്നറിയപ്പെടുന്ന നിവേദനം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? പോർച്ചുഗീസ് ആണ്. അന്റോണിയോ ഗുട്ടറസ് പോർച്ചുഗീസ്. അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന ഏതെല്ലാം വാചകങ്ങൾ ശരിയാണ്? ഈ പാളിയിൽ ഊഷ്മാവ് ഓരോ 165 സെന്റിമീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ മുകളിലോട്ട് പോകുമ്പോൾ കുറയുന്നു. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി ഉയരം 15 മുതൽ 50 കിലോമീറ്റർ വരെ. ഈ മേഖലയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് തന്നിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായവയാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2 എന്നിവ ശരിയാണ്. ട്രോപ്പോസ്ഫിയറിൽ ഊഷ്മാവ് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ മുകളിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കാം. ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് മുകളിലോട്ട് പോകുന്തോറും കുറയുന്നത്. ഇനി ഇത് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളിയാണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഇനി ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം എന്ന് പറയുന്നത് 8 മുതൽ 12 കിലോമീറ്റർ വരെയാണ്. 8 മുതൽ 12 കിലോമീറ്റർ വരെയാണ് ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം. ഇനി ഓസോൺ പാളി കാണപ്പെടുന്നതോ? ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് ലെയറിലാണ്? ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. സ്ട്രാറ്റോസ്ഫിയർ. 8ാമത്തേത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന കേരളത്തിലെ പ്രധാന ജലപാത NW3 ആണ്. NW3.
മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ, മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായിട്ട് കാണപ്പെടുന്ന വനങ്ങളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോടുകൂടിയ കാറ്റ്. ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോടുകൂടിയ കാറ്റാണ് നോർവെസ്റ്റർ. ഇന്ത്യയിൽ ആദ്യമായിട്ട് മെട്രോ സർവീസ് ആരംഭിച്ച നഗരം. ഇന്ത്യയിൽ ആദ്യമായിട്ട് മെട്രോ സർവീസ് ആരംഭിച്ചത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത. ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത് ബജറ്റ് ലൈനും നിസ്സംഗത വക്രവും കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ. ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത്. ആസ്തികളിൽ ഏറ്റവും ലിക്വിഡ് ആയ രൂപം പണം. ഒരു വ്യക്തിയുടെ വരുമാനം ഇതിൽ ഏതാണ്? തന്നിരിക്കുന്നു 0, പോസിറ്റീവ്, നെഗറ്റീവ്, ഇവയെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവ എല്ലാം. ഉൽപാദന ഘടകങ്ങളുടെ ഡിമാൻഡ് ഏതാണ്? ഡിറൈവ്ഡ് ഡിമാൻഡ്. ഓപ്ഷൻ ബി ഡിറൈവ്ഡ് ഡിമാൻഡ്. കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശയാണ് ബാങ്ക് നിരക്ക്. കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശ ബാങ്ക് നിരക്ക്. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഒഴിവാക്കുന്നത്, ഇവിടെ തന്നിരിക്കുന്ന വാടക, ലാഭം, വീട്ടമ്മമാരുടെ സേവനം, വേതനം. ഓപ്ഷൻ സി ആണ് വീട്ടമ്മമാരുടെ സേവനം. ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 73-ാം ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. 74-ാം ഭേദഗതി നഗരപാലിക സമ്പ്രദായവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നെഹ്റു, അംബേദ്കർ തുടങ്ങിയവർ തദ്ദേശ സ്ഥാപനങ്ങളെ അനുകൂലിച്ചിരിക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉമാണ്. 73-ാം ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 74-ാം ഭേദഗതി നഗരപാലിക സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 1ഉം 2ഉം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, 73-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ത്രിതല ഭരണ സമ്പ്രദായം പ്രാദേശിക തലത്തിൽ പ്രദാനം ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്താണ് മേൽഘടകം. എല്ലാ സംസ്ഥാനങ്ങളിലും ത്രിതല തദ്ദേശീയ ഭരണ സംവിധാനം അത്യന്താപേക്ഷിതമാണ്. ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉം. ത്രിതല ഭരണ സമ്പ്രദായം പ്രാദേശിക തലത്തിൽ പ്രദാനം ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്താണ് മേൽഘടകം എന്നിവ ശരിയാണ്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. ജനസംഖ്യാനുപാതികമായ സംവരണം SC/ST വിഭാഗങ്ങൾക്ക് നൽകുന്നു. ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് OBC വിഭാഗത്തിനും സംവരണം നൽകാവുന്നതാണ്. പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2, 3 എന്നിവ ശരിയാണ്. 2, 3 എന്നിവ ശരിയാണ്. ജനസംഖ്യാനുപാതികമായ സംവരണം SC/ST വിഭാഗങ്ങൾക്ക് നൽകുന്നു. ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് OBC വിഭാഗത്തിനും സംവരണം നൽകാവുന്നതാണ്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സ്വതന്ത്ര അധികാരമുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായത് ഏത് എന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 3ഉമാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സ്വതന്ത്ര അധികാരങ്ങൾ ഉണ്ട്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? സംസ്ഥാന ഗവൺമെന്റ് ആണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനെ നിയമിക്കുന്നത്. സംസ്ഥാന സാമ്പത്തിക കമ്മീഷന്റെ കാലാവധി 4 വർഷമാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക നില പരിശോധിക്കുന്നത് സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ ആണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം ശരിയാണ്. സംസ്ഥാന ഗവൺമെന്റ് ആണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനെ നിയമിക്കുന്നത്.
തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക നില പരിശോധിക്കുന്നത് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനാണ്. ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. സുപ്രീം കോടതി ജസ്റ്റിസുമായി ആലോചിച്ചിട്ടാണ് പ്രസിഡന്റ് മറ്റു ജഡ്ജിമാരെ നിയമിക്കുന്നത്. ജഡ്ജിമാരെ നിയമിക്കുന്നതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകാറില്ല. 24ാമത്തെ ചോദ്യം, ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓൺലി 1 and 2. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി ആലോചിച്ചിട്ടാണ് പ്രസിഡന്റ് മറ്റു ജഡ്ജിമാരെ നിയമിക്കുന്നത്. ജഡ്ജിമാരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ പുറത്താക്കുന്നത് തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ലോകസഭയിലെയും രാജ്യസഭയിലെയും കേവല ഭൂരിപക്ഷം പുറത്താക്കാൻ ആവശ്യമാണ്. ലോകസഭയിലെയും രാജ്യസഭയിലെയും പ്രത്യേക ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓൺലി 1 and 3. ഓപ്ഷൻ ഡി, ഓൺലി 1 and 3. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ പുറത്താക്കുന്നത് തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ലോകസഭയിലെയും രാജ്യസഭയിലെയും പ്രത്യേക ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കുന്നത്. റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? റിട്ട് സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. ഹൈക്കോടതിക്കും സുപ്രീം കോടതികൾക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം. പ്രധാനമായും 5 റിട്ടാണ് ഉള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ്. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം. പ്രധാനമായിട്ടും 5 റിട്ടുകളാണ് ഉള്ളത്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? സംസ്ഥാനത്തിനുള്ളിലെ കേസുകൾ പരിഗണിക്കുന്ന കോടതിയാണ് ഹൈക്കോടതി. സുപ്രീം കോടതിയുടെ തീരുമാനം എല്ലാ കോടതികളും അംഗീകരിക്കുന്നു. സുപ്രീം കോടതിക്ക് ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ സാധിക്കും. ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി എബവ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 42ാം ഭരണഘടനാ ഭേദഗതി ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു. 44ാം ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാക്കി. 45ാം ഭേദഗതി സംവരണം 10 വർഷത്തേക്ക് കൂട്ടുകയുണ്ടായി. ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ശരിയാണ്. 42ാം ഭേദഗതിയാണ് ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത്. 45ാം ഭേദഗതി സംവരണം 10 വർഷത്തേക്ക് കൂട്ടുകയുണ്ടായി. ഇനി വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാക്കിയത് എത്രാമത്തെ ഭേദഗതിയാണ്? 86ാമത്തെ ഭേദഗതി പ്രകാരമാണ്. 86ാമത്തെ ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാക്കി മാറ്റിയത്. ഇത് പ്രകാരം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായത്. ഇതിനോടനുബന്ധിച്ച് കൂട്ടിച്ചേർക്കപ്പെട്ട ആർട്ടിക്കിളാണ് 21A. ആർട്ടിക്കിൾ 21A. കേരളത്തിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇവിടെ തന്നിരിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി, വനം വകുപ്പ് മന്ത്രി. വിദ്യാഭ്യാസ വകുപ്പല്ല, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണോ? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ്. ആർ ബിന്ദുവാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറാണ്. KB ഗണേഷ് കുമാറാണ് ഗതാഗത വകുപ്പ് മന്ത്രി. വനം വകുപ്പ് മന്ത്രി ആരാണ്? വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനാണ്. AK ശശീന്ദ്രനാണ് വനം വകുപ്പ് മന്ത്രി. അപ്പൊ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ്. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറാണ്. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനാണ്. അടുത്ത ചോദ്യം, കേരള ഭരണകൂടവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ്. 21 അംഗ മന്ത്രിസഭയാണ് ഇപ്പോഴുള്ളത്. സ്പീക്കർ AN ഷംസീറിന്റെ തെരഞ്ഞെടുപ്പ് മണ്ഡലം തലശ്ശേരിയാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്.
ഓൾ ഓഫ് ദി എബോവ്. ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. 21 അംഗ മന്ത്രിസഭയാണുള്ളത്. സ്പീക്കർ എൻ ഷംസീറിന്റെ തെരഞ്ഞെടുപ്പ് മണ്ഡലം തലശ്ശേരിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശ് സ്വദേശിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്നത് ധർമ്മട മണ്ഡലത്തെയാണ്. കോവളം മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുത്തത് എം വിൻസെന്റിനെയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഓൾ ഓഫ് ദി എബോവ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ബീഹാർ ഗവർണറാണ്. കേരള ഗവർണർ ഇപ്പോൾ ആരാണ്? രാജേന്ദ്ര ആർലേക്കർ ആണ് ഇപ്പോഴത്തെ കേരള ഗവർണർ, രാജേന്ദ്ര ആർലേക്കർ. അടുത്ത ചോദ്യം, മനുഷ്യ ഹൃദയത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. മുകളിലത്തെ 2 അറകളിൽ ഒന്ന് ഇടത്ത് ഏട്രിയം, മറ്റേത് വലത്ത് ഏട്രിയം എന്നും താഴത്തെ അറകളിൽ ഒന്ന് ഇടത് വെൻട്രിക്കിൾ, മറ്റേത് വലത് വെൻട്രിക്കിൾ എന്നും പറയുന്നു. വിലയേറിയ സമയം പാഴാക്കരുത് എന്ന സന്ദേശം ബന്ധപ്പെട്ടിരിക്കുന്നത് വിലയേറിയ സമയം പാഴാക്കരുത്. ഓപ്ഷൻ ബി ആണ് 2021 ലോക പക്ഷാഘാത ദിന സന്ദേശം. താഴെ പറയുന്നതിൽ ഏതാണ് ഒരു വൈറസ് രോഗം? ജലദോഷം വൈറസ് രോഗമാണ്. 2021 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ ബി ആണ്. ചൂടും സ്പർശനവും വേദനയും തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട നാഡീവ്യൂഹത്തിലെ സ്വീകരണികളെ കുറിച്ചുള്ള പഠനത്തിന്. തയാമിൻ എന്നറിയപ്പെടുന്ന ജീവകം, ഏതാണ് ജീവകം? B1 ആണ്. ജീവകം B1. എന്താണ് യൂട്രോഫിക്കേഷൻ? എന്താണ്? ജലാശയങ്ങളിൽ പോഷക ഘടകങ്ങൾ വർദ്ധിക്കുന്നതാണ് യൂട്രോഫിക്കേഷൻ. ഒരു വസ്തുവിനെ നിശ്ചലമായി നിലനിർത്തുന്ന ഒരു ശക്തിയാണ് സ്ഥിതഘർഷണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? സ്ഥിതഘർഷണം ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ എ ആണ്. ഗതിക ഘർഷണവും സ്ഥിതഘർഷണവും സമ്പർക്കത്തിലുള്ള പ്രതലങ്ങളുടെ പരപ്പളവിനെ ആശ്രയിക്കുന്നില്ല. അടുത്ത ചോദ്യം, ഗുരുത്വ ത്വരണത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ് ഉത്തരം. 2, 4. ഗുരുത്വ ത്വരണം ഉയരം കൂടുന്നതിനനുസരിച്ച് കുറയുന്നു. ഗുരുത്വ ത്വരണം ആഴം കൂടുന്നതിനനുസരിച്ച് കുറയുന്നു. പ്രകാശ വൈദ്യുത പ്രഭാവവുമായി ചേരാത്ത പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് 4-ാമത്തേത്. ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജം പ്രകാശ തീവ്രതയ്ക്ക് വിപരീതാനുപാതത്തിലായിരിക്കും എന്നതാണ് പ്രകാശ വൈദ്യുത പ്രഭാവവുമായി ചേരാത്ത പ്രസ്താവന. അടുത്തത്, 2022 ഊർജതന്ത്രത്തിൽ നോബൽ പ്രൈസ് നേടിയത് ഏത് ഊർജതന്ത്ര ഗവേഷണത്തിനായിരുന്നു? 2022 ക്വാണ്ടം മെക്കാനിക്സ്. ശ്മശാനങ്ങളിലെ പ്രേതബാധ എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളത് ഏത് മൂലകത്തിന്റെ രൂപാന്തരത്തിന്റെ ഇരുട്ടിലുള്ള തിളക്കം മൂലമാണ്? ഫോസ്ഫറസ് ആണ്. ലൂയിസ് സിദ്ധാന്തപ്രകാരം ആസിഡ് ആയിട്ടുള്ളത് ഓപ്ഷൻ ഡി BF3. ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി സമീപകാലങ്ങളിൽ ഉപയോഗിക്കുന്ന ബയോ ഇന്ധനങ്ങളിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് എത്തനോൾ. ആധുനിക സിദ്ധാന്തം അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കണ്ടെത്താൻ കൂടുതൽ സാധ്യതയുള്ള മേഖലകളെ അറിയപ്പെടുന്നത് ഓർബിറ്റൽ. ചുവടെ തന്നിരിക്കുന്ന കവികളിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയവർ ആരെല്ലാം? ഓപ്ഷൻ സി ആണ് 1, 3, 4. ജി ശങ്കരക്കുറുപ്പ്, ONV കുറുപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ ഭീതി വേണ്ട തരികെനിക്കുന്നു എന്നീ പ്രകാരം ദാഹജലം ചോദിച്ചത് ആനന്ദൻ മാതങ്കിയോട്.
മലയാള ചെറുകഥകളും അവയുടെ ചലച്ചിത്രാവിഷ്കാരവുമാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 3 ഇവ ശരിയാണ്. പള്ളിവാളും കാൽച്ചിലമ്പും, നിർമാല്യം, ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും, വിധേയൻ, നീലവെളിച്ചം, ഭാർഗവി നിലയം. സൈബർ ലോകം പ്രമേയമാക്കി നൃത്തം എന്ന നോവൽ രചിച്ചത് ആര്? നൃത്തം, എം മുകുന്ദൻ. മലയാള സാഹിത്യകാരനും ഗവേഷകനുമായ വെള്ളായണി അർജുനനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? സർവവിജ്ഞാനകോശം ഡയറക്ടർ, 2008 പത്മഭൂഷൺ പുരസ്കാരം നേടി, 3 ഡി.ലിറ്റ് ബിരുദങ്ങൾ നേടിയ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ, സാക്ഷരതാ മിഷൻ ഡയറക്ടർ. ഓപ്ഷൻ സി ആണ്. 1, 3, 4. നിലവിൽ സാക്ഷരതാ മിഷൻ ഡയറക്ടർ AG ഒലീനയാണ്. AG ഒലീന. അടുത്ത ചോദ്യം വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 51ാമത്തെ ചോദ്യം ചെയ്ത് നോക്കിയിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 3/4. 52 ഓപ്ഷൻ എ. 53ാമത്തെ ചോദ്യം ഓപ്ഷൻ എ 10. 54ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 55 ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 57. 56ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്, 30. 57 ഓപ്ഷൻ ഡി ആണ്, വ്യാഴം. 58ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 20. 59 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 84. 60ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്, 50. ഇനി വരുന്ന 10 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ആണ്. Where did you go yesterday? The policeman told the boy. Choose the correct sentence in reported speech. Option C. The policeman asked the boy where he had gone the previous day. The athlete dashed on the ground and cried for help. Lay. Find the wrongly spelled word. Option D ആണ്. കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് വരുന്നത് ONOMATOPOEIA. അടുത്ത ചോദ്യം The idiom on the trot means consecutively. The word cataptrophobia means the fear of mirrors. Balus returned the book dash hasn't he. The meaning of the phrase carte blanche is the complete freedom to act as one thinks best. Carte blanche. The antonym of the word redundant is necessary. Choose the correct sentence. I had left home before he came. The officer went over the report many times and approved it. ഇനി വരുന്ന മലയാളമാണ് 10 ചോദ്യങ്ങൾ. ശരിയായ പദപ്രയോഗം കണ്ടെത്തുക. ഓപ്ഷൻ സി സ്വാദിഷ്ടം. ശരിയായ ഭാഷാപ്രയോഗം തിരഞ്ഞെടുത്ത് എഴുതുക. ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഈ തീരുമാനം സ്വീകാര്യമായിരിക്കുമെന്ന് തോന്നുന്നില്ല.
സിംഹഭാഗം എന്ന ശൈലിയുടെ അർത്ഥം വലിയ ഭാഗം. അച്ഛൻ എന്ന വാക്കിന് പര്യായമായി വരുന്ന പദം ജനകൻ. സ്മരിക്കുക എന്ന പദത്തിന്റെ വിപരീത പദം വിസ്മരിക്കുക. വെൺചാമരം എന്ന പദം പിരിച്ചെഴുതിയാൽ വെൺ പ്ലസ് ചാമരം. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം വിദൂഷി. താഴെ പറയുന്നവയിൽ ബഹുവചനമല്ലാത്തത് ഏത്? ഭാഗവതർ. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നതിൻ്റെ ഉചിതമായ മലയാള ശൈലി കണ്ടെത്തുക. നിത്യാഭ്യാസി ആനയെ എടുക്കും. ക്ഷോഭിച്ചവൻ എന്നർത്ഥം വരുന്ന പദം ക്ഷുഭിതൻ. താഴെ പറയുന്ന വസ്തുക്കളിൽ ഇനി വരുന്നത് ഫയർമാനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ്. താഴെ പറയുന്ന വസ്തുക്കളിൽ ഉൽപാദനത്തിന് ഉദാഹരണമാകുന്ന വസ്തു ഏത്? ഓപ്ഷൻ ബി ആണ് 2 മാത്രം, കർപ്പൂരം. LPGയുടെ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് എത്ര? 2%. LPG ലീക്ക് തിരിച്ചറിയുന്നതിനായി ഗന്ധം നൽകുന്നതിന് LPGയിൽ ചേർക്കുന്ന രാസവസ്തു ഏത്? ഇഥൈൽ മെർക്യാപ്റ്റൻ. BLEVE എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ത്? ഓപ്ഷൻ സി ആണ് ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ. ഹൈഡ്രോളിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് പിന്നിലെ പ്രവർത്തന തത്വം താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാസ്കൽ നിയമം. ഹാനികരമായ വസ്തുക്കളുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ അപകടമുണ്ടായാൽ ഉപയോഗിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വസ്തുവിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിച്ചിരിക്കുന്ന രേഖയാണ് ട്രംപ് കാർഡ്. ജലത്തിൻ്റെ ബാഷ്പീകരണ ലീന താപം 540 kcal/kg. ഡിസ്ചാർജ് ഹോൺ ഏത് തരം ഫയർ എക്സ്റ്റിങ്ക്യൂഷറിന്റെ ഭാഗമാണ്? ഓപ്ഷൻ എ ആണ് 2 മാത്രം, കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്യൂഷർ. മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിന്റ് എത്ര? 38°C. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ കെ. പ്രഥമ ശുശ്രൂഷയിൽ CPR എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? കാർഡിയോ പൾമോണറി റെസസിറ്റേഷൻ. താഴെ പറയുന്നവയിൽ എമർജൻസി ഹോർമോൺ ഏത്? അഡ്രിനാലിൻ. രക്തത്തിലെ ഓക്സിജൻ വാഹകർ താഴെ പറയുന്നവയിൽ ഏതാണ്? ഹീമോഗ്ലോബിൻ. വലിയ അളവിലുള്ള രക്തസ്രാവം നിയന്ത്രിക്കുന്നതിന് പ്രഥമ ശുശ്രൂഷ സമയത്ത് സ്വീകരിക്കാവുന്ന രീതി ഏത്? ബന്ധപ്പെട്ട പ്രഷർ പോയിന്റുകളിൽ തുടർച്ചയായി മർദ്ദം ചെലുത്തുക. താഴെ പറയുന്നവയിൽ ശ്വസിച്ചാൽ ഏറ്റവും അപകടകരമായത് ഏത്? കാർബൺ മോണോക്സൈഡ്. പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരി അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നു. പൊള്ളലേറ്റ ഭാഗത്തുണ്ടാകുന്ന കുമിളകൾ പൊട്ടിക്കരുത്. പൊള്ളലേറ്റ ഭാഗത്ത് വസ്ത്രം ഉരുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യരുത്. പൊള്ളലേറ്റ ഭാഗം ലഭ്യമായ തുണി ഉപയോഗിച്ച് കെട്ടിവെക്കണം. ഓപ്ഷൻ ബി ആണ് ശരി അല്ലാത്തത്. താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷകൻ ചെയ്യരുതാത്തത് ഏത്? പ്രഥമ ശുശ്രൂഷയുടെ മുൻഗണന നിശ്ചയിക്കണം. സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്തണം. അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കണം. അറിയാവുന്ന ചികിത്സ നൽകണം. ചെയ്യരുതാത്തത് ഓപ്ഷൻ എ ആണ് 4. അറിയാവുന്ന ചികിത്സ നൽകണം എന്നതാണ് ചെയ്യരുതാത്തത്. അസ്ഥിഭംഗത്തോടൊപ്പം അസ്ഥി മാംസപേശികളും ത്വക്കും ഭേദിച്ചു പുറത്തു വരുന്നത് വിഷമഭംഗം. IT നിയമത്തിൽ ഏത് വകുപ്പാണ് സൈബർ ഭീകരതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? വകുപ്പ് 66F. കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് IT ആക്ട് 2000 ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് വകുപ്പ് 66D. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.